യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായിട്ട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗത്തെ, പ്രാർത്ഥന ആവശ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്യും. ഇന്ന് കേൾക്കുവാൻ പോകുന്ന വചനത്തിലൂടെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ വലിയൊരു അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവതി യുവാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നവർ, SLCയും +2 ഒക്കെ കഴിഞ്ഞ് പുതിയ കോഴ്സ് എടുത്ത് പഠിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, പരിശ്രമിക്കുന്നവർ, പുതിയൊരു വഴി തുറന്നു കിട്ടാൻ പ്രാർത്ഥനയിൽ ആയിരിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്വർഗത്തിലെ ദൈവം സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചവർ, ഇന്നുവരെയും എഴുതിയിട്ട് പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനകളെയും ഓർത്ത് ആ പ്രാർത്ഥനകൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വചനം ഇന്ന് ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 28-29 വാക്യങ്ങളാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ്. നിങ്ങൾക്കറിഞ്ഞുകൂടെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. 29-ാമത്തെ വാക്യം, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. തളർന്നവന്. നമുക്കെല്ലാ ദിവസവും ഒരേപോലെയുള്ള ഒരു മനസ്സും മനോഭാവവും അവസ്ഥയും ഒന്നും ആയിരിക്കത്തില്ല. പല കാരണങ്ങളാൽ പലവിധ പ്രതിസന്ധികളുടെ മുമ്പിൽ വാടിത്തളർന്നവരും മനസ്സ് മടുത്തവരും പ്രയാസപ്പെടുന്നവരും വാടിപ്പോയവരും ഒക്കെ ആയിരിക്കും. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി കൊടുക്കുകയും ചെയ്യുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഒരുപാട് പേർ ഈ വചനത്തിലൂടെ അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നുണ്ട്. ഞങ്ങളതിന് സാക്ഷികളാണ്. ആയിരക്കണക്കിന് മനുഷ്യർ അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളതിന് സാക്ഷികളാണ്. ഇന്ന് കേട്ട ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിനും ഒരത്ഭുതത്തിനും കാരണമാകട്ടെ. തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. തളർന്നു പോവുക. പല കാരണങ്ങളാണ് ഒരു മനുഷ്യൻ മനസ്സുകൊണ്ട് തളരാൻ, ദുർബലനാകാനുള്ള കാരണം. ചില സമയത്ത് ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ, ചില പ്രതിസന്ധികളുടെ മുമ്പിൽ തളർന്നു പോകാറുണ്ട്. ഒരു ദിവസം ഒരാൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ വളരെ ധൈര്യശാലിയായ ഒരാളാണ്. എല്ലാത്തിനും നല്ല ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങാൻ കെൽപ്പുള്ള ഒരാളാണ്. പക്ഷെ പ്രിയപ്പെട്ടവരുടെ
ഒരു സീരിയസായ രോഗത്തെക്കുറിച്ച് കേട്ടപ്പോൾ, അറിഞ്ഞപ്പോൾ, അത്രയും ശക്തനായ മനുഷ്യൻ ആ പ്രതിസന്ധിയുടെ മുമ്പിൽ ആ രോഗവിവരം കേട്ടപ്പോൾ മനസ്സ് വാടിപ്പോയി, മനസ്സ് തളർന്നുപോയി, വല്ലാതെ കരയുന്നതും ബഹളം വയ്ക്കുന്നതുമൊക്കെ കാണുന്ന സാഹചര്യം ഉണ്ടായി. പല സാഹചര്യങ്ങളിൽ തളർന്നവരായിട്ട് എന്നെ കേൾക്കുന്നവരുണ്ടാകും. ചിലർ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ, മക്കളുടെ ഇന്നത്തെ അവസ്ഥയോർത്ത്, ജീവിത പങ്കാളിയുടെ പെരുമാറ്റം, പ്രവൃത്തി, സ്വഭാവം, പലവിധ കാരണങ്ങളാൽ സാമ്പത്തികമായ നഷ്ടങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങൾ, പലവിധത്തിലുള്ള ഒറ്റപ്പെടലുകൾ, സമാധാനമില്ലാത്ത അവസ്ഥ, നാളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ആകുലതകൾ, ജോലി കിട്ടുമോ, ജോലി ശരിയാകുമോ, കടം വീട്ടാൻ പറ്റുമോ, വല്ല രോഗം വല്ലതും വരുമോ, നൂറ് ചിന്തകൾ, നൂറ് ആലോചനകൾ. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ തളർന്നിരിക്കുകയാണോ? ദുർബലമായൊരു സാഹചര്യമാണോ ഉള്ളത്? മനസ്സുകൊണ്ട് ആകെ ദുർബലമായിരിക്കുന്നൊരു സാഹചര്യമാണോ? ഇന്ന് കേട്ട വചനം ഓർക്കുക. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. തളർന്നവന്, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇതേ അവസ്ഥയെക്കൂടെ മനസ്സ് തളർന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ, ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ഒരു ശക്തിയും ദൈവം തരുന്ന ബലവും ഇപ്പോൾ അനുഭവിക്കാൻ കഴിയട്ടെ. ദൈവം തരുന്ന ശക്തിയും ദൈവം തരുന്ന ബലവും ഇപ്പോൾ അനുഭവിക്കാൻ കഴിയട്ടെ. ദൈവം തരുന്ന ശക്തിയും ദൈവം തരുന്ന ബലവും. അതാ ഇന്ന് തുടക്കത്തിലേ പറഞ്ഞത്. ഇന്ന് കേൾക്കുന്ന ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കാൻ ഇടയാകണമേ. ഇന്ന് കേൾക്കുന്ന വചനം എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് മാറണമേ. തളർന്നവന് അത് ബലമായിട്ട് മാറും, ദുർബലന് ശക്തിയായിട്ട് മാറും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കൃപയും ഇന്ന് കൂടുതലായി അനുഭവിക്കാൻ കഴിയട്ടെ. വചനം കേട്ട് ജീവിതം തുടങ്ങുമ്പോൾ, ജീവിതം ആരംഭിക്കുമ്പോൾ, അതാരുമാകട്ടെ, എവിടെയുള്ളൊരു വ്യക്തിയാകട്ടെ, ഏത് ജോലി ചെയ്യുന്ന ഒരാളാകട്ടെ, വചനത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ എന്തെന്നില്ലാത്തൊരു ശക്തിയും എന്തെന്നില്ലാത്തൊരു ബലവും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അത് ദൈവം നിങ്ങളെ നടത്തുന്ന ശക്തിയാണ്. ദൈവം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു ദൈവീക ശക്തിയും ഇടപെടലുമാണ്. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശനിയാഴ്ച ദിവസം നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെ, ആരോഗ്യത്തെ, സ്വപ്നങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ആശീർവാദം ഈ വചനത്തിലൂടെ നമുക്ക് സ്വീകരിക്കാം. മനസ്സിൽ പ്രാർത്ഥനയോടെ ഇരിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ യാത്രകളിലും നിങ്ങളുടെ തീരുമാനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ പരിപാലന ഉണ്ടായിരിക്കട്ടെ. ഒരു ദോഷവും വരാതെ, ഒരു തിന്മയും വരാതെ, ഒരനർത്ഥവും വരാതെ ഈ ദിവസം കാത്തുകൊള്ളണമേ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും തരണമേ. എവിടെയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ, പ്രതിസന്ധികൾ ഉണ്ടാകാതെ, അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ ഞങ്ങളെ പരിപാലിക്കണമേ. അസൂയയിൽ നിന്നും അന്ധകാര സ്വാധീനങ്ങളുടെ പിടിയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ശരീരത്തിൻ്റെ അകവും പുറവും എല്ലാവിധ രോഗപീഠകളിൽ നിന്ന് സംരക്ഷണം നൽകണമേ. സമാധാനം നൽകണമേ. സാമ്പത്തിക അഭിവൃദ്ധി തരണമേ. നല്ല ഭവനത്തിൽ വസിക്കാനും നല്ലൊരു ജീവിതം ജീവിക്കാനും, ദൈവത്തോട് ബന്ധമുണ്ടാകാനും, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാനും, നല്ല ഭക്ഷണം കഴിക്കാനും, നല്ല ബന്ധങ്ങളുണ്ടാകാനും, ആരുടെ മുമ്പിലും ഒരു രൂപയ്ക്കോ പോലും കൈ നീട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. ആവശ്യത്തിന് നൽകി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ സമർപ്പിച്ചേൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിങ്കളാഴ്ച മുതലാണ് 7 ദിവസത്തെ ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത്.
ഡെയിലി ബ്ലെസ്സിങ്ങിൽ പങ്കെടുത്തവർക്കും, നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്തവർ, ഇവിടെ വന്നു പ്രാർത്ഥിച്ചിട്ടുള്ളവർ, നിയോഗം സമർപ്പിച്ചവർ, അതോടൊപ്പം പുതിയ അധ്യയന വർഷം സ്കൂൾ ആരംഭിക്കുമ്പോൾ അതിനു മുമ്പായി കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന 7 ദിവസങ്ങളാണ്. സാധ്യമെങ്കിൽ പരമാവധി ആളുകളെ അറിയിക്കുക, ഒരുമിച്ചായിരിക്കുക, പറ്റും പോലെ സഹകരിക്കുക. നമുക്കൊരു വലിയ ദൈവാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ ഇടയാകും. സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെ ഞായറാഴ്ചയാണ്, നമുക്കൊരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.